നമസ്കാരം. മീഡിയ ഫോർ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ അമൃത. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്. CPI CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നാട്ടികയിൽ ഗീതാഗോപിയും പുതുക്കാട് KK രാമചന്ദ്രനും സ്ഥാനാർത്ഥി. പ്രസിദ്ധമായ ദേവസംഗമത്തിനുള്ള ആറാട്ടുപുഴ പൂരത്തെ വരവേൽക്കാൻ പൂരപ്പാടം ഒരുങ്ങുന്നു. 1444-ാമത്തെ ആറാട്ടുപുഴ പൂരത്തിനാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ഏപ്രിൽ 18-ന് ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം ആഘോഷിക്കുക. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്. CPI CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നാട്ടികയിൽ ഗീതാഗോപിയും പുതുക്കാട് KK രാമചന്ദ്രനും സ്ഥാനാർത്ഥി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ മുന്നണികൾ തിരഞ്ഞെടുപ്പ് പ്രചരണം ശക്തമാക്കാൻ ഒരുങ്ങുന്നു. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളെ CPI CPIM പാർട്ടികൾ പ്രഖ്യാപിച്ചു. നാട്ടികയിൽ ഗീതാഗോപി, പുതുക്കാട് KK രാമചന്ദ്രൻ എന്നിവർ LDF സ്ഥാനാർത്ഥികളായി മത്സരിക്കും. അതേസമയം CPIയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കാനുള്ള തീരുമാനത്തിലാണ്. ഗീതാഗോപിയെ സ്ഥാനാർത്ഥിയായി തീരുമാനിച്ചതാണ് ഇതിന് കാരണമായത്. പ്രസിദ്ധമായ ദേവസംഗമത്തിനുള്ള ആറാട്ടുപുഴ പൂരത്തെ വരവേൽക്കാൻ പൂരപ്പാടം ഒരുങ്ങുന്നു. 1444-ാമത്തെ ആറാട്ടുപുഴ പൂരത്തിനാണ് പൂരപ്പാടം സജ്ജമാകുന്നത്. തേവറോഡിന്റെ ഇരുവശങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നതാണ് അതിവിശാലമായ പൂരപ്പാടം. ആറാട്ടുപുഴ പൂരപ്പാടത്തിന് 30 ഏക്കറിലധികം വിസ്തൃതിയുണ്ട്. ഇവിടമാകെ ട്രാക്ടർ ഉപയോഗിച്ച് ഉഴുതുമറിക്കുന്ന പണികളാണ് തുടങ്ങിയിരിക്കുന്നത്. പൂരപ്പാടം ഉഴുതുമറിച്ച് ഒരുക്കുന്നതിന് പിന്നിലും വ്യക്തമായ കാഴ്ചപ്പാടുകളുണ്ട്. പാടം ഉഴുതുമറിക്കുമ്പോൾ തറഞ്ഞു നിൽക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലെ സുഷിരങ്ങൾ തുറക്കപ്പെടും. ഇത്തരം സുഷിരങ്ങളിലൂടെ വെള്ളം ഭൂമിക്കടിയിലേക്ക് ഇറങ്ങുന്ന പ്രവർത്തനമാണ് നടക്കുക. കാലം തെറ്റി വേനൽ മഴ പെയ്താലും പൂരപ്പാടത്ത് വെള്ളക്കെട്ട് ഒഴിവാക്കപ്പെടാൻ ഭൂമി ഉഴുതുമറിക്കുന്ന പ്രവർത്തനങ്ങൾ കാരണമാകുന്നതാണ്. ഭൂമിയിലെ ദേവസംഗമം എന്നറിയപ്പെടുന്ന ആറാട്ടുപുഴ പൂരത്തിന്റെ പ്രധാന ആകർഷണം പൂരപ്പാടത്ത് നടക്കുന്ന ഭക്തി നിർഭരമായ കൂട്ടിയെഴുന്നള്ളിപ്പാണ്. തൃപ്രയാർ തേവർ, ഉരകത്തമ്മ തിരുവടി, ചേർപ്പ് ഭഗവതി, ചാത്തക്കുടം ശാസ്താവ്, തൊട്ടിപ്പാൾ ഭഗവതി, നെട്ടിശ്ശേരി ശാസ്താവ്, പൊന്നിലാർക്കാവ് ഭഗവതി, കടുപ്പശ്ശേരി ഭഗവതി, ചാലക്കുടി പിഷാരിക്കൽ ഭഗവതി എന്നീ ദേവീദേവന്മാരുടെ എഴുന്നള്ളിപ്പുകൾ നടക്കുന്നത് പൂരപ്പാടത്താണ്. കൂടാതെ അടുത്ത വർഷത്തെ പൂരം തീയതി വിളംബരം ചെയ്യുന്നതും ഇതേ പാടത്ത് തന്നെയാണെന്നതും പ്രത്യേകതയാണ്. ആറാട്ടുപുഴ ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിലാണ് പൂരപ്പാടം ഉഴുതുമറിക്കുന്നതടക്കമുള്ള ജോലികൾ നടത്തുന്നത്. ഈ മാസം 24-നാണ് ആറാട്ടുപുഴ പൂരം കൊടിയേറ്റം നടക്കുക. ഈ മാസം 26-ന് പുലർച്ചെ തിരുവാതിര വിളക്കും നടക്കും. പെരുവനം പൂരം ഈ മാസം 27-നും ആറാട്ടുപുഴ തറക്കൽ പൂരം 29-നും നടക്കും. ഈ മാസം 30-ന് തിങ്കളാഴ്ചയാണ് പ്രസിദ്ധമായ ആറാട്ടുപുഴ പൂരം. 31-ന് ചൊവ്വാഴ്ച ഗ്രാമബലിയും നടക്കും. ഉഴുതുമറിച്ചൊരുക്കിയ പൂരപ്പാടത്ത് ദേവസംഗമമായ ആറാട്ടുപുഴ പൂരത്തിന്റെ ദർശന പുണ്യം നേടാനുള്ള കാത്തിരിപ്പിലാണ് ഭക്ത സഹസ്രങ്ങൾ. ചരിത്ര പ്രസിദ്ധമായ പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ഏപ്രിൽ 18-ന് ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം ആഘോഷിക്കുക. പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ഞായറാഴ്ച രാവിലെയായിരുന്നു നോട്ടീസ് പ്രകാശന കർമ്മം നടന്നത്. തിരുവിതാംകൂർ ദേവസ്വം പറവൂർ അസിസ്റ്റന്റ് കമ്മീഷണർ സുജാത ഉദയൻ നോട്ടീസിന്റെ പ്രകാശന കർമ്മം നിർവഹിച്ചു. ക്ഷേത്രം ഊരാളന്മാരായ പിരാരത്ത്, തേലപ്പുറത്ത് തറവാട്ടിലെ പ്രതിനിധികൾ ഭരണി മഹോത്സവ നോട്ടീസ് ഏറ്റുവാങ്ങി. ക്ഷേത്രം ഉപദേശക സമിതി പ്രസിഡന്റ് AP രാമകൃഷ്ണൻ, സെക്രട്ടറി PB സുനിൽകുമാർ, വൈസ് പ്രസിഡന്റ് KG ചന്ദ്രൻ, AC അനിൽകുമാർ, മനോജ് മീനങ്ങത്ത്, മനോഹരൻ കല്ലത്തുവളപ്പിൽ, KV വിജിത്ത്, മല്ലിക മോഹൻ എന്നിവർ സംസാരിച്ചു. അശ്വതി നാളിൽ വൈകിട്ട് 6:30-ന് എല്ലാ വർഷവും ശ്രീ ചക്കാലപ്പറമ്പിൽ സജീവൻ തായമ്പക, ഡബിൾ തായമ്പക സ്പോൺസർ ചെയ്യാറുണ്ട്. ഈ വർഷം അദ്ദേഹം ആ പരിപാടി അതൊന്ന് മാറ്റി 50ഓളം കലാകാരന്മാരെ അണിനിരത്തിക്കൊണ്ട് നമ്മുടെ ആൽത്തറ മേളം നടക്കുന്നതാണ്. പുതുതായി പഴയ ഒരു കാലഘട്ടത്തിൽ നമുക്കിവിടെ നടന്നിട്ടുള്ളതാണ്. അത് വീണ്ടും അത് ആവർത്തിക്കുകയാണ്.
പാറമേക്കാവിൽ അഭിഷേക് പാറമേക്കാവിൽ അഭിഷേക് എന്ന് പറയുന്ന യുവ കലാകാരനാണ് ആ പരിപാടി നടത്തുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഭരണി നാളിൽ നോട്ടീസിൽ വിശദമായി എല്ലാം എഴുതിയിട്ടുണ്ട്. എന്നിരുന്നാലും ഭരണി നാളിൽ ഒരു പരിപാടിയും കലാപരിപാടിയും അതുപോലെ തന്നെ കാർത്തിക നാളിലും കലാപരിപാടിയും ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഈ പകൽപൂരം കഴിഞ്ഞാൽ നമ്മളെല്ലാ വർഷവും ഗ്രാമപ്രദക്ഷിണം ഒരു ആനയുടെ പുറത്ത് ഗ്രാമപ്രദക്ഷിണം പോകാറുണ്ട്. അതിൻ്റെ ചടങ്ങ് തന്നെ നമ്മൾ കാർത്തിക വേല 19 നടക്കുന്ന കാർത്തിക വേലയുടെ വേലയ്ക്ക് വേണ്ടി ഈ പഞ്ചായത്തിലെ തട്ടകത്തെ മുഴുവൻ ഭക്തരെയും പ്രത്യേകിച്ച് ഹരിജനങ്ങളെയും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളെയും ക്ഷണിക്കാനായി അമ്മ പോകുന്നതായാണ് ഇതിൻ്റെ ചരിത്രം പറയുന്നത്. അപ്പോൾ ഒരു ക്ഷണം കൂടിയാണ്. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ ചൊവ്വൂർ കോൺഫറൻസിന്റെ ആഭിമുഖ്യത്തിൽ സൗജന്യ നേത്ര പരിശോധന തിമിര ശസ്ത്രക്രിയ ക്യാമ്പ് സംഘടിപ്പിച്ചു. അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. ചൊവ്വൂർ സെയിന്റ് ഫ്രാൻസിസ് സേവിയേഴ്സ് പാരിഷ് ഹാളിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയായിരുന്നു ക്യാമ്പ്. ഇടവക വികാരി ഫാദർ പോളി നീലങ്കാവിൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. നമുക്കറിയാവുന്നതുപോലെ പഴയ കാലം മുതലേ തന്നെ കണ്ണാശുപത്രി എന്ന് പറഞ്ഞാൽ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ ഹോസ്പിറ്റലാണ്. ഇപ്പോഴും അത് നിലനിൽക്കുന്നു. ആ ചാരിറ്റി പർപ്പസോടുകൂടെ തന്നെ ആ കണ്ണാശുപത്രിയുടെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകാറുണ്ട്. ഈ അവസരത്തിൽ നമ്മുടെ സമയം അധികം കളയാതെ തന്നെ ഈ അങ്കമാലി ലിറ്റിൽ ഫ്ലവർ കണ്ണാശുപത്രിയിൽ വന്നിട്ടുള്ള ഡോക്ടേഴ്സിനും നേഴ്സുമാർക്കും എല്ലാവിധത്തിലുള്ള ആശംസകളും ഭാവങ്ങളും നേരുന്നു. ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിജോ ജോർജ് മുഖ്യാതിഥിയായി. നമ്മുടെ വിൻസെന്റ് പോൾ സൊസൈറ്റി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ അത്രയും വിലമതിക്കാവുന്നതാണ്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ 86 പേർക്ക് കാഴ്ച ലഭിക്കുന്നതിനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് അവരാണ്. പ്രത്യേകിച്ച് ചൊവ്വൂർ വിൻസെന്റ് പോൾ സൊസൈറ്റിയെ അവസരത്തിൽ അഭിനന്ദിക്കുകയാണ്. അതോടൊപ്പം തന്നെ അവരറിയിക്കുമ്പോൾ തന്നെ 6 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്തി ഇവിടെ കണ്ണെടുക്കുന്ന അങ്കമാലി കണ്ണാശുപത്രിയിലെ മുഴുവൻ ഡോക്ടേഴ്സിനെയും സിസ്റ്റേഴ്സിനെയും അതിൻ്റെ അധികാരികളെയും പ്രത്യേകിച്ച് ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി പ്രത്യേകം അഭിനന്ദിക്കുകയാണ്. ഒത്തിരി പ്രവർത്തനങ്ങൾ ഇവിടെ പറഞ്ഞു. കാഴ്ച നമുക്കൊക്കെ അറിയാം. നമ്മുടെ കണ്ണിൽ കരട് പോയി കഴിഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ കണ്ണിൽ എന്തെങ്കിലും വന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഈച്ച അതൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കുള്ള ബുദ്ധിമുട്ട്. അപ്പോൾ അത്രയും ബുദ്ധിമുട്ട് വർഷങ്ങളായിട്ട് കാഴ്ചയില്ലാത്ത ആളുകൾക്ക് അവർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടൊക്കെ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റുന്നതാണ്. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾക്ക് എല്ലാ വക പിന്തുണയും ചേർപ്പ് പഞ്ചായത്ത് ഭരണസമിതിയുടെ പേരിലുണ്ടാകുമെന്ന് മാത്രം. സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ ചൊവ്വൂർ കോൺഫറൻസ് പ്രസിഡന്റ് AV ജോസ് അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് സോജി ഫ്രാൻസിസ്, ചേർപ്പ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് ലീന ജോസ്, ചേർപ്പ് ഗ്രാമപഞ്ചായത്ത് 13-ാം വാർഡംഗം കുമാരി എൽവിയ ദേവസി, ചൊവ്വൂർ ഹോളി ഫാമിലി സന്യാസ സമൂഹത്തിലെ മദർ സുപ്പീരിയർ സിസ്റ്റർ ഷാൻസി ജോർജ്, സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ ചൊവ്വൂർ കോൺഫറൻസ് ട്രഷറർ ജോസ് മാറോക്കി എന്നിവർ സംസാരിച്ചു. ക്യാമ്പിൽ പങ്കെടുത്തവരിൽ ആവശ്യമായവർക്ക് സൗജന്യ തിമിര ശസ്ത്രക്രിയ നൽകും. അമ്മാടം സെന്റ് ആന്റണീസ് പള്ളിയിലെ സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ സംഘടനയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ ജനറൽ ആശുപത്രിയിലെ ബ്ലഡ് സെന്ററിന്റെ സഹകരണത്തോടെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. അമ്മാടം സെയിന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഞായറാഴ്ച രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 12:30 വരെയാണ് ക്യാമ്പ് നടന്നത്. അമ്മാടം സെയിന്റ് ആന്റണീസ് പള്ളി വികാരി ഫാദർ സെബാസ്റ്റ്യൻ വെട്ടത്ത ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. സൊസൈറ്റി ഓഫ് സെയിന്റ് വിൻസെന്റ് ഡി പോൾ പ്രസിഡന്റ് ജിറ്റോ കാട്ടുകാരൻ അധ്യക്ഷനായി. ബ്രിൻഡോ, നവീൻ, ജോമോൻ എന്നിവർ സംസാരിച്ചു. നിരവധി പേരാണ് രക്തദാന ക്യാമ്പിൽ പങ്കെടുത്തത്. വല്ലച്ചിറ ഗ്രാമപഞ്ചായത്തിലെ ഇളംകുന്നിൽ നടന്ന ഭൂമി കയ്യേറ്റം ഒഴിപ്പിക്കണമെന്ന ആവശ്യവുമായി ഇളംകുന്ന് സംരക്ഷണ സമിതി. ഇളംകുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ ഇത് സംബന്ധിച്ച നിവേദനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജന് സമർപ്പിച്ചു. ഞായറാഴ്ച രാവിലെയാണ് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജനെ നേരിൽ കണ്ട് ഇളംകുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ നിവേദനം കൈമാറിയത്. സെബി പിടിയത്ത്, രാജേന്ദ്രൻ മാലിപ്പറമ്പിൽ, സി കണ്ണൻ, വിൻസെന്റ് പുത്തൻപുര, ജോർജ് മെച്ചേരിപ്പടി എന്നിവർ നിവേദനം സമർപ്പിച്ച സംഘത്തിലുണ്ടായിരുന്നു. വല്ലച്ചിറ വില്ലേജിൽപ്പെടുന്ന ഇളംകുന്നിലെ 189, 190 എന്നീ സർവേ നമ്പറുകളിലും അനുബന്ധ നമ്പറുകളിലും ഉൾപ്പെടുന്ന ഭൂമിയിൽ ഭൂരിഭാഗവും കന്നുകാലി മേച്ചിൽപ്പുറം എന്ന് രേഖപ്പെടുത്തിയ സർക്കാർ ഭൂമിയാണ്. ഇത് സ്വകാര്യ വ്യക്തികൾ അനധികൃതമായി കൈവശപ്പെടുത്തിയിരിക്കുകയാണെന്നാണ് ഇളംകുന്ന് സംരക്ഷണ സമിതി ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ വകുപ്പ് മന്ത്രിക്ക് സമർപ്പിച്ച നിവേദനത്തിൽ പറയുന്നത്.
അനധികൃതമായി കയ്യേറിയ ഇത്തരം ഭൂമി തിരിച്ച് പിടിക്കണമെന്നാവശ്യപ്പെട്ട് പരാതിയും നൽകിയതായും നിവേദനത്തിൽ അറിയിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് ഭരണസമിതി താലൂക്ക് വികസന സമിതിയിൽ പരാതി നൽകുകയും ഭൂമി അളന്ന് തിട്ടപ്പെടുത്തുവാൻ പണം അടച്ചിട്ടുമുള്ളതാണ്. ഇതേ തുടർന്ന് സർവേ നമ്പർ 189 പരിശോധന നടത്തിയെങ്കിലും സർവേ നമ്പർ 190 പരിശോധന പോലും നടത്തിയില്ല. ഇത്തരത്തിൽ സാഹചര്യം നിലനിൽക്കെ 189, 190 എന്നീ സർവേ നമ്പറുകളും അനുബന്ധ നമ്പറുകളിലുമുള്ള ഭൂമിയിൽ പരിശോധന നടത്തി സർക്കാർ ഭൂമി തിരിച്ചു പിടിക്കാനുള്ള നടപടി വേഗത്തിലാക്കണമെന്നും ഇളംകുന്ന് സംരക്ഷണ സമിതി ഭാരവാഹികൾ സമർപ്പിച്ച നിവേദനത്തിലൂടെ ആവശ്യപ്പെട്ടു. പെരുമ്പള്ളിശ്ശേരി ചങ്ങരയിൽ ശ്രീ നരസിംഹമൂർത്തി ക്ഷേത്രത്തിൽ ഭക്തരുടെ വഴിപാടായുള്ള എണ്ണ സമർപ്പണം ഭക്തി നിർഭരം. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചാണ് ഭക്തർ സമർപ്പിച്ചത്. ഈ മാസം 24-ന് ചൊവ്വാഴ്ചയാണ് പ്രതിഷ്ഠാദിനം ആഘോഷിക്കുക. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ഈ മാസം 22, 23 തീയതികളിൽ കലാപരിപാടികൾ നടക്കും. 22-ന് ഞായറാഴ്ച വൈകിട്ട് 6:30-ക്ക് കലാപരിപാടികൾക്ക് തുടക്കമാകും. ചേർപ്പ് ഭഗവതി കൾച്ചറൽ ഫെസ്റ്റിവൽ കമ്മിറ്റി ചെയർമാൻ കെ രാജീവ് മേനോൻ ഉദ്ഘാടനം ചെയ്യും. തുടർന്ന് ഡോക്ടർ അമ്മന്നൂർ രജനീഷ് ചാക്യാരുടെ പാഞ്ചാലി സ്വയംവരം ചാക്യാർകൂത്ത് നടക്കും. 23-ന് തിങ്കളാഴ്ച നൃത്തനൃത്യങ്ങൾ, തിരുവാതിരക്കളി എന്നിവയും അരങ്ങേറും. 24-ന് ചൊവ്വാഴ്ച നടക്കുന്ന പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്കും കളഭാട്ടത്തിനും തന്ത്രി KPC വിഷ്ണു ഭട്ടത്തിരിപ്പാട് മുഖ്യ കാർമ്മികത്വം വഹിക്കും. ലക്ഷ്മി നാരായണ പൂജയ്ക്ക് കണ്ണാത്ത് വാസുദേവൻ നമ്പൂതിരി നേതൃത്വം നൽകും. ഉച്ചയ്ക്ക് 12 മണിക്ക് മഹാപ്രസാദ ഊട്ട് വിതരണവും നടക്കും. എണ്ണ സമർപ്പണ ചടങ്ങുകൾക്ക് ക്ഷേത്രം പ്രസിഡന്റ് M രാമചന്ദ്രൻ, സെക്രട്ടറി TN ബാലൻ, ട്രഷറർ K സുബിൻ കുമാർ, A ബാലചന്ദ്രൻ, KS രാമദാസ്, MS ശ്രീകുമാർ, അനൂപ് ചന്ദ്രൻ, ഉഷ വേണുഗോപാൽ, ദാക്ഷായണി ഗോപി എന്നിവർ നേതൃത്വം നൽകി. എണ്ണ സമർപ്പണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ മറ്റേ പലവ്യഞ്ജനങ്ങളുടെ സമർപ്പണവും ഇതോടൊപ്പം തന്നെ നടക്കുന്നുണ്ട്. 24-ാം തീയതിയാണ് നമ്മുടെ പ്രതിഷ്ഠാദിനം. 23-ാം തീയതി ശുദ്ധി, 24-ാം തീയതി ചടങ്ങുകൾ എല്ലാം ഉണ്ട്. അന്ന് വൈകിട്ട് തന്നെ നമ്മുടെ ചാക്യാർകൂത്ത്, ഉദ്ഘാടനം, എല്ലാ പരിപാടികളുണ്ട്. അടുത്തത് 23-ാം തീയതി, 22-ാം തീയതിയാണ് ഉദ്ഘാടനം നടക്കുന്നത്. 23-ാം തീയതി കലാപരിപാടികൾ, 24-ാം തീയതി മഹത്തായ അന്നദാനം, വൈകിട്ട് ലക്ഷ്മിനാരായണ പൂജ എന്നീ പരിപാടികളിലൂടെയാണ് ഇത്തവണ ആഘോഷിക്കുന്നത്. നാട്ടികയിൽ മീൻപിടുത്തത്തിന്റെ മറവിൽ സൂക്ഷിച്ച കഞ്ചാവും മാരകായുധങ്ങളും പിടിച്ചെടുത്ത കേസിൽ ഒരു പ്രതി കൂടി അറസ്റ്റിൽ. വിൽപ്പനയ്ക്കായുള്ള കഞ്ചാവ് എത്തിച്ചു നൽകിയ വലപ്പാട് പണിക്ക വീട്ടിൽ മുഹമ്മദ് ഷെജിയാണ് അറസ്റ്റിലായത്. നേരത്തെ പിടിയിലായ നാട്ടിക ബീച്ച് സ്വദേശി പുഞ്ചപ്പാടത്ത് വീട്ടിൽ വിഷ്ണുവിന് കഞ്ചാവ് എത്തിച്ചു നൽകിയ കേസിലാണ് പ്രതി മുഹമ്മദ് ഷെജി അറസ്റ്റിലായത്. കുളങ്ങളിലും മറ്റുമായി മീൻ പിടിക്കാനെന്ന വ്യാജേന വലയുമായി ഇറങ്ങിയാണ് വിഷ്ണു കഞ്ചാവ് വിൽപ്പന നടത്തിയിരുന്നത്. വിഷ്ണു പിടിയിലായതിന് പിന്നാലെയാണ് കഞ്ചാവ് ഇയാൾക്ക് എത്തിച്ചു നൽകിയ മുഹമ്മദ് ഷെജിയെക്കുറിച്ച് പോലീസിന് വിവരം ലഭിക്കുന്നത്. ഇടുക്കിയിൽ നിന്ന് ഹൈബ്രിഡ് ഇനമായ ഗ്രീൻസ് കഞ്ചാവാണ് പ്രതി വിഷ്ണുവിന് മുഹമ്മദ് ഷെജി എത്തിച്ചു നൽകിയിരുന്നത്. ചായപ്പൊടി കച്ചവടത്തിന്റെ മറവിലായിരുന്നു ഇടുക്കിയിൽ നിന്നുള്ള കഞ്ചാവ് കടത്ത്. കേസിൽ 1-ാം പ്രതിയായ വിഷ്ണുവിനെ ഇക്കഴിഞ്ഞ 9-നാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളുടെ വീടിന്റെ ടെറസിൽ സൂക്ഷിച്ചിരുന്ന 6 കിലോ 650 ഗ്രാം മുന്തിയ ഇനം ഗ്രീൻസ് വിഭാഗത്തിൽപ്പെട്ട കഞ്ചാവും പോലീസ് പിടികൂടിയിരുന്നു. കൂടാതെ വിവിധ ആകൃതികളിലുള്ള 5 വടിവാളുകൾ, കഠാര, എയർഗൺ, കഞ്ചാവ് തൂക്കാൻ ഉപയോഗിക്കുന്ന ഡിജിറ്റൽ ത്രാസ്, കഞ്ചാവ് പാക്ക് ചെയ്യാനുള്ള സിപ്ലോക്ക് കവറുകൾ, കഞ്ചാവ് ചുരുട്ടി വലിക്കാൻ ഉപയോഗിക്കുന്ന OCB പേപ്പർ എന്നിവയും പോലീസ് പിടിച്ചെടുത്തു. വിഷ്ണു പിടിയിലായതിനു പിന്നാലെ കഞ്ചാവ് എത്തിച്ചു നൽകിയിരുന്ന മുഹമ്മദ് ഷെജി ഒളിവിൽ പോയി. തുടർന്ന് പോലീസ് വിവിധ സംഘങ്ങളായി തിരിഞ്ഞു നടത്തിയ അന്വേഷണത്തിലാണ് മുഹമ്മദ് ഷെജി പിടിയിലായത്. പ്രതിയെ കോടതി റിമാൻഡ് ചെയ്തു. പ്രതി മുഹമ്മദ് ഷെജി വലപ്പാട്, വാടാനപ്പള്ളി, കൊരട്ടി പോലീസ് സ്റ്റേഷൻ പരിധികളിലായി 9 ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. വധശ്രമം, അടിപിടി, ലഹരി വസ്തുക്കൾ ഉപയോഗിക്കൽ, ലഹരി വിൽപ്പന തുടങ്ങിയ കേസുകളാണ് മുഹമ്മദ് ഷെജിക്കെതിരെയുള്ളത്. തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ വലപ്പാട് SHO K അനിൽകുമാർ, സിവിൽ പോലീസ് ഓഫീസർ സിയാദ്, ASI ഡ്രൈവർ ചഞ്ചൽ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മുമ്പേ CC മുകുന്ദൻ MLAയും മുൻ MLA ഗീതാ ഗോപിയും തമ്മിലുള്ള രാഷ്ട്രീയ പോര് മൂർധന്യത്തിലേക്ക്. തനിക്കെതിരെ മാനനഷ്ടത്തിന് വക്കീൽ നോട്ടീസ് അയച്ച ഗീതാ ഗോപിക്കെതിരെ അഴിമതി ആരോപണങ്ങൾ തുടർന്ന് CC മുകുന്ദൻ MLA.
കഴിഞ്ഞ ദിവസമാണ് സിപിഐയിലെ മുൻ എംഎൽഎയും നിലവിൽ നാട്ടിക മണ്ഡലം LDF സ്ഥാനാർത്ഥിയുമായ ഗീതാ ഗോപി CC മുകുന്ദൻ എംഎൽഎയ്ക്ക് വക്കീൽ നോട്ടീസ് അയച്ചത്. തനിക്കെതിരെ ദൃശ്യ സമൂഹമാധ്യമങ്ങളിലൂടെ വ്യക്തി അധിക്ഷേപം നടത്തിയെന്നാരോപിച്ചാണ് എംഎൽഎയ്ക്ക് ഗീതാ ഗോപി വക്കീൽ നോട്ടീസ് അയച്ചത്. തിങ്കളാഴ്ചയ്ക്കകം തനിക്കെതിരെ ഉന്നയിച്ച പ്രസ്താവന പിൻവലിച്ച് പരസ്യമായി മാപ്പു പറയണമെന്നാണ് നോട്ടീസിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. വക്കീൽ നോട്ടീസുമായി ബന്ധപ്പെട്ട വിവരം CPI നാട്ടിക മണ്ഡലം കമ്മിറ്റിയാണ് വാർത്താക്കുറിപ്പിലൂടെ മാധ്യമങ്ങളെ അറിയിച്ചത്. ഇതിനിടയിലാണ് കടുത്ത ആരോപണങ്ങൾ തുടർന്ന് CC മുകുന്ദൻ വീണ്ടും രംഗത്തെത്തിയത്. നിലവിൽ CPI സ്ഥാനാർത്ഥിയാക്കിയ ഗീതാ ഗോപിയുടെ കൂടുതൽ അഴിമതികൾ വരും ദിവസങ്ങളിൽ പുറത്തുകൊണ്ടുവരുമെന്ന് CC മുകുന്ദൻ MLA മുന്നറിയിപ്പ് നൽകി. ഗീതാ ഗോപി പേയ്മെന്റ് സീറ്റ് നേടിയെന്ന ആരോപണത്തിൽ MLA ഉറച്ചുനിന്നു. 2011 ഗുരുവായൂരിൽ നിന്നാണ് ഗീതാ ഗോപിയെ നാട്ടികയിൽ മത്സരിപ്പിച്ച് MLA ആക്കിയത്. അന്നത്തെ ഗീതാ ഗോപിയുടെ സാമ്പത്തിക സ്ഥിതിയും MLA ആയി 10 വർഷത്തിനു ശേഷമുള്ള സാമ്പത്തിക വർധനവും ജനങ്ങൾക്കറിയാമെന്ന് MLA പറയുന്നു. 2021 താൻ MLA ആയതിനുശേഷം നിരവധി കരാറുകാരാണ് മുൻ MLAക്കെതിരെ പരാതി ഉന്നയിച്ചത്. പ്രവർത്തികൾ തുടങ്ങും മുൻപ് കമ്മീഷൻ വാങ്ങിയതുമൂലം പല പ്രവർത്തികളും വൈകിയെന്ന് CC മുകുന്ദൻ MLA ആരോപിച്ചു. കരാറുകാർ ഈ അവസരം മുതലെടുക്കുകയായിരുന്നു. ഈ വിഷയം പാർട്ടിയിൽ താൻ കൃത്യമായി അറിയിച്ചെങ്കിലും മണ്ഡലം നേതൃത്വം ഇവരെ സംരക്ഷിച്ചു. ഗീതാ ഗോപിയെ വീണ്ടും സ്ഥാനാർത്ഥിയാക്കി കൊണ്ടുവന്ന CPIയുടെ ചില നേതാക്കൾ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങളിൽ നിന്ന് വ്യതിചലിച്ചു. സത്യങ്ങൾ തുറന്നു കാണിക്കുന്നതിന്റെ പേരിൽ ഇനിയും ഒരുപാട് വക്കീൽ നോട്ടീസ് ഗീതാ ഗോപി തയ്യാറാക്കി അയക്കേണ്ടി വരുമെന്ന് MLA പരിഹസിച്ചു. വരും ദിവസങ്ങളിൽ കൂടുതൽ തെളിവുകൾ ഉൾപ്പെടെ ഗീതാ ഗോപിയുടെ അഴിമതികൾ പുറത്തുകൊണ്ടുവരുമെന്നും CC മുകുന്ദൻ MLA മുന്നറിയിപ്പ് നൽകി. അതേസമയം പാർട്ടിയിൽ നിന്ന് രാജിവെച്ച CC മുകുന്ദൻ നാട്ടികയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുമെന്ന തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. നേരത്തെ കോൺഗ്രസ് പിന്തുണ വാഗ്ദാനം ചെയ്തിരുന്നെങ്കിലും പ്രാദേശിക നേതാക്കളെ ഭയന്ന സ്വന്തം സ്ഥാനാർത്ഥി മതിയെന്ന നിലപാടിലാണവർ. UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ അടുത്ത ദിവസങ്ങളിൽ വ്യക്തത വരുമെന്നാണ് സൂചന. നാട്ടിക ചെമ്മാപ്പള്ളി കടവിന് സമീപം പുഴയിൽ വയോധികന്റെ മൃതദേഹം കണ്ടെത്തി. ചേർപ്പ് തിരുവള്ളക്കാവ് സ്വദേശി പെരുവനത്ത് വീട്ടിൽ 74 വയസ്സുള്ള രാജന്റെ മൃതദേഹമാണ് കണ്ടെത്തിയത്. തൃപ്രയാർ പാലത്തിന് സമീപം പ്രവർത്തിക്കുന്ന രാജ് കാർടെക് എന്ന സ്ഥാപന ഉടമയാണ് മരിച്ച രാജൻ. ഞായറാഴ്ച രാവിലെയാണ് ചെമ്മാപ്പള്ളി കടവിന് സമീപത്തായി പുഴയിൽ മൃതദേഹം കണ്ടെത്തിയത്. വിവരമറിഞ്ഞ സ്ഥലത്തെത്തിയ വലപ്പാട് പോലീസ് വഞ്ചിക്കാരുടെ സഹായത്തോടെ മൃതദേഹം കരയ്ക്കെത്തിച്ചു. ഇൻക്വസ്റ്റ് അടക്കമുള്ള മേൽനടപടികൾ പൂർത്തിയാക്കിയ പോലീസ് മൃതദേഹം ആശുപത്രി മോർച്ചറിയിലേക്ക് മാറ്റി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 14,635 രൂപ, പവന് 1,17,080 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഏപ്രിൽ 9-ന്. CPI CPM സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. നാട്ടികയിൽ ഗീതാ ഗോപിയും പുതുക്കാട് KK രാമചന്ദ്രനും സ്ഥാനാർത്ഥി. പ്രസിദ്ധമായ ദേവസംഗമത്തിനുള്ള ആറാട്ടുപുഴ പൂരത്തെ വരവേൽക്കാൻ പൂരപ്പാടം ഒരുങ്ങുന്നു. 1444-ാമത്തെ ആറാട്ടുപുഴ പൂരത്തിനാണ് പൂരപ്പാടം സജ്ജമാക്കുന്നത്. ചരിത്ര പ്രസിദ്ധമായ പയങ്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഭരണി മഹോത്സവത്തിന്റെ നോട്ടീസ് പുറത്തിറക്കി. ഏപ്രിൽ 18-ന് ശനിയാഴ്ചയാണ് ഭരണി മഹോത്സവം ആഘോഷിക്കുക. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.